ഓക്കെ, റെക്കോർഡ് കൊടുത്തു. യെസ്, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം മോഡൽ ഓക്സിലറി വേർബ്സ് ആണ്. എന്താണ് മോഡൽ വേർബ്സ്, മോഡൽ ഓക്സിലറി വേർബ്സ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഈ വിഭാഗത്തിൽ നിന്ന് ചോദ്യം വന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ഓക്സിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളുടെ സിലബസിൽ ഓക്സിലറി വെർബ് എന്നാണോ അങ്ങനെ കൊടുത്തിരിക്കുന്നത് സംശയമുണ്ട് എനിക്ക്. ഈസ്, ആമ്, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാള്, വുഡ്, ഷുഡ്, അല്ലേ? ഇത്രയും നമ്മൾ ടെൻസിൻ്റെ ഭാഗമായി പഠിക്കുന്നുണ്ട്. ഇതാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുകൾ. പക്ഷേ ഇതിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പ്രൈമറി അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മോഡലാണ്. ഈ വില്ല് മുതൽ കുറച്ചും കൂടെ വാക്കുകളുണ്ട്, അവയെ നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്ന് വിളിക്കാം. ബാക്കിയുള്ള ഇവയെല്ലാം നമ്മൾ പ്രൈമറി ഓക്സിലറീസ്. ഇതിൻ്റെ ഉപയോഗം നമ്മൾ ടെൻസിൻ്റെ പഠനം ഉണ്ടല്ലോ, അവിടെ അത് പഠിക്കുന്നുണ്ട്. ടെൻസ് പഠിക്കുന്നില്ല, അതാണത് ഓക്സിലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ ഓക്സിലറി വെർബുകളുടെ ഉപയോഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതാണ് ഓക്സിലറീസ് എന്ന് സിലബസ് പറഞ്ഞിരിക്കുന്നത്. മോഡൽ ഓക്സിലറീസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡൽ വെർബ്സ് എന്ന് പറയുന്നത് വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് തുടങ്ങിയവയും സെമി മോഡൽസ് എന്നറിയപ്പെടുന്ന നീഡ് ടു, യൂസ്ഡ് ടു, ഓട്ട് ടു, ഹാവ് ടു ഈ പറയുന്നവയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ് ഇവയുടെ ഉപയോഗം എന്നുള്ളത് നേരിട്ട് പഠിക്കാം. ഈ മോഡൽ ഓക്സിലറികളുടെ പ്രത്യേകത, അവയ്ക്കൊരിക്കലും ING രൂപം ഉണ്ടാവില്ല. ഈ പറഞ്ഞ മോഡൽ വെർബുകൾക്കൊന്നും ING രൂപം ഉണ്ടാവില്ല കേട്ടോ സെറീന. ഓക്കെ, അതുപോലെ ഈ പറയുന്ന മോഡൽ വെർബുകൾ ഏത് ഉപയോഗിച്ചാലും അത് കഴിഞ്ഞ് ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കൂ. ദാറ്റ് മീൻസ് V1 രൂപേ വരൂ. ഉദാഹരണം, ഐ ക്യാൻ ഗോ, ഇത് V1 ആണ്, ഗോ. അവിടെ ഒരിക്കലും ഐ ക്യാൻ വെൻഡെന്നോ വേറെ ഒന്നും ഒരു തരത്തിലുള്ള രൂപം പറ്റില്ല. അവിടെ V1 പറ്റൂ. അത് വില്ല് കഴിഞ്ഞാലും ഷുഡ് കഴിഞ്ഞാലും കുഡ് കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഈ പറഞ്ഞ നിങ്ങൾ ഈ പഠിച്ച ഓരോ മോഡൽ വെർബുകളിലേക്കും ജസ്റ്റ് ഒന്ന് കടന്നു പോകാം. വെറുതെ നമുക്ക് ജസ്റ്റ് ഓടിച്ച് പോയാൽ മതി ഇതിലൂടെ കേട്ടോ. സ്പീഡിൽ ക്ലാസ് പോകുന്നതിൽ വിഷമം വിചാരിക്കേണ്ട, കാരണം നമുക്ക് പരീക്ഷ എടുത്തു. ഇതൊക്കെ എന്താണെന്ന് ഓടിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ആദ്യം വില്ലിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. വില്ലിൻ്റെ ഉപയോഗം അറിയാത്തവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. വില്ല് 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 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കുന്ന, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, വില്ല്. അടുത്തത് നെക്സ്റ്റ് ഇയർ ഓൾ മണി വിൽ ഹാവ് ബീൻ, അതൊക്കെ ഫ്യൂച്ചറാണ്, അടുത്ത വർഷത്തോട് കൂടിയിട്ട് നടക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, വില്ല് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട്. അതെല്ലാവർക്കും അറിയാം അല്ലേ, അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഇനി വില്ലിൻ്റെ മറ്റൊരു ഉപയോഗമാണ് മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്. നമ്മൾ റിക്വസ്റ്റുകൾ, ഫോർമൽ റിക്വസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വില്ല് യൂസ് ചെയ്യും. അതെങ്ങനെയാണ് ഫോർമൽ റിക്വസ്റ്റിന് വില്ല് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം, വില്യു എന്ന് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്, വിൽ യു കം ഹിയർ, വിൽ യു ഓപ്പൺ ദ ഡോർ, വിൽ യു ഡു ദാറ്റ്, വിൽ യു. അത് ഫോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, അതാണ് വില്യു. മനസ്സിലായോ സെറീന? ഫോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റുകൾ, അതാണ് വില്യു എന്ന് പറയുന്നത്. ഓക്കെ, വിൽ യു സെൻഡ് ദിസ് ലെറ്റർ ഫോർ മീ പ്ലീസ്, ദയവായിട്ട് ഈ കത്തൊന്ന് എനിക്ക് എന്ന് അയച്ചു തരുമോ. വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്, ജനൽ തുറക്കൂ. അങ്ങനെ വില്യു എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വില്യു ആണ് ഫോർമൽ റിക്വസ്റ്റ്. ഓക്കെ, സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്നേ, റിക്വസ്റ്റ് അയച്ചേ. ആരൊക്കെ സ്റ്റേജിലേക്ക്? അക്സെപ്റ്റ്, എക്സിറ്റ് ഓൾ. സ്റ്റേജിൽ ഇപ്പോൾ സൂര്യയുണ്ട്, പ്രീനയുണ്ട്, സ്വപ്നയുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
സ്വപ്ന ഒന്ന് മൈക്ക് ഓൺ ആക്കിയേ. വില്ലിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞു സ്വപ്ന, ഏതൊക്കെയാ? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടി, പിന്നെ ഫോർമൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ട്. ഫോർമൽ റിക്വസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് നോക്കട്ടെ. അടുത്തത് എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ. നമ്മളൊരു തീരുമാനം പറയാം, ഒരു ഉറപ്പുള്ള കാര്യം പറയാം. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ. ഞാൻ അവനോട് നാളെ സംസാരിക്കും. അതെൻ്റെ തീരുമാനമാണ്, ഡിറ്റർമിനേഷനാണ്. ഐ വിൽ പാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും. നിങ്ങൾ പറയാണ് ഐ വിൽ അക്വയർ എ ഗുഡ് റാങ്ക് ഇൻ ദിസ് എക്സാമിനേഷൻ, അപ്കമിങ് LPUP എക്സാമിനേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ഡിറ്റർമിനേഷൻ. അങ്ങനെയുള്ള കാര്യം പറയാൻ വിൽ വെച്ച് പറയാൻ സാധിക്കും. ഇപ്പം 3 കാര്യങ്ങൾ: 1 ഫ്യൂച്ചർ പറയാൻ, 2 ഫോർമൽ റിക്വസ്റ്റ്, 3 ഡിറ്റർമിനേഷൻ. ആതിര റെക്കോർഡ് കൊടുത്തായിരുന്നു. റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ഓർമ്മിപ്പിച്ച നന്ദി കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. സാധാരണ നമ്മളെ മേരിയാണ് ഓർമ്മിപ്പിക്കൽ. മേരി ഇല്ല തോന്നില്ല ക്ലാസ്സിൽ. മേരി ഉണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ ആതിര എന്തൊക്കെയാ വില്ലിന്റെ 3 ഉപയോഗങ്ങൾ എന്തൊക്കെയാ? Denoting future. First one, denoting future. Second one, making formal request. Formal requesറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂന്നാമത്തത് ഉറപ്പുള്ള തീരുമാനം പറയാൻ. യെസ്, ഓക്കെ, താങ്ക് യു. അവിടെ ഉത്സവം നടക്കണം, ഉത്സവം. ഓക്കെ, അപ്പൊ വില്ല് പഠിച്ചു. ഇനി നമുക്ക് വുഡിലേക്ക് വരാം. വുഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ് ആണ്. അപ്പോൾ ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, അതായത് പാസ്റ്റിലെ ഫ്യൂച്ചർ പറയണം. അതെങ്ങനെയാണ് പാസ്റ്റിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുക? ഇപ്പോൾ എന്നോട് സ്വപ്ന പറയാണ്, എപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ സ്വപ്ന എന്നോട് പറഞ്ഞു ഞാൻ നാളെ ക്ലാസ്സിന് വരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴേ എന്താ എന്നോട് പറഞ്ഞു സ്വപ്ന? ഐ will come to the class. I will come. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് പറയാണ്, പണ്ട് എന്നോട് സ്വപ്ന പറഞ്ഞിരുന്നു അവൾ വരുമെന്ന്. അപ്പം അവൾ വരും എന്നത് ഫ്യൂച്ചറാണ്, പക്ഷെ പറയണത് ഇപ്പോഴാണ്, പഴയ കാര്യം, പണ്ടത്തെ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. അപ്പം ഞാൻ എന്ത് പറയണം? ഐ വിൽ കം എന്നാണ് അവൾ പറഞ്ഞത്. അല്ല, സ്വപ്ന എന്നോട് പറഞ്ഞു ഷീ വുഡ് കം. ഷീ വുഡ് കം എന്ന് എന്നോട് പറഞ്ഞത്, അവൾ വരുന്ന. അപ്പം ഞാൻ വുഡ് ഉപയോഗിച്ചു. കാരണം എന്താ? ഫ്യൂച്ചറാണ് പറഞ്ഞതെങ്കിലും അത് പാസ്റ്റിലെ ഫ്യൂച്ചറായിപ്പോയി. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്, പാസ്റ്റിലെ ഫ്യൂച്ചർ പറയാൻ വുഡ് ഉപയോഗിക്കും. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പിന്നെ പഴയ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഐ വുഡ് മീറ്റ് ഹെർ. ഞാൻ അവളെ കാണാറുണ്ടായിരുന്നു. ഓൺ മൈ വേ ഹോം. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ അവളെ കാണാറുണ്ടായിരുന്നു. ഹി വുഡ് വാച്ച് TV ഓൾ ഡേ. എല്ലാ ദിവസവും TV കാണാറുണ്ടായിരുന്നു. പഴയ ഹാബിറ്റ് പറയാൻ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാവരും പറയുന്നത് കാണാറില്ല, പക്ഷെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇത്രയേ ഉള്ളൂ. വുഡിന് പാസ്റ്റിൻ്റെ ശീലം പറയാൻ പറ്റും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മളെപ്പോഴും പാസ്റ്റിലെ ശീലം പറയാൻ യൂസ്ഡ് ടു ഒക്കെ വെച്ചിട്ടായിരിക്കും പറയാം. ഐ യൂസ്ഡ് ടു ഡു ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ വെറും വുഡ് ഉപയോഗിച്ചാൽ യൂസ്ഡ് ടുവിന് ഈക്വൽ ആയിട്ടുള്ള മീനിങ് കിട്ടും. അത് മനസ്സിലാക്കി വെക്കുക. ഇനി വുഡ് പൊളൈറ്റ് റിക്വസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫോർമൽ റിക്വസ്റ്റിന് ഏതാ സൂര്യ? ഫോർമൽ റിക്വസ്റ്റ് വിൽ സർ. വിൽ അല്ലേ? വില്യു നമ്മൾ ചോദിക്കും. അപ്പൊ പൊളൈറ്റ് റിക്വസ്റ്റിനോ? പൊളൈറ്റ് റിക്വസ്റ്റ് മേ ആണോ സർ? വുഡ് കേട്ടോ. വുഡ്. വുഡ് യു ഡൂ മീ എ ഫേവർ? എനിക്കൊരു സഹായം ചെയ്യാമോ? അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിൽ യു ഡു എ ഫേവർ ഫോർ മീ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ടാണ്. മനസ്സിലായോ സൂര്യ? മനസ്സിലായി സർ. ഓക്കെ, ഗ്രേറ്റ്. ഇനി അടുത്തത് വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്? ബാഗ് ഒന്ന് മാറ്റുന്നതിൽ വിരോധമുണ്ടോ? അത് ഭയങ്കര പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത്. ഇനി ഓഫർ സംതിങ് പൊളൈറ്റ്ലി. നമ്മൾ പൊളൈറ്റായിട്ട് അങ്ങോട്ടൊരു ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട്
വുഡ് യു ലൈക്ക് സം യുവർ കോഫി, കുറച്ച് ചായ കാപ്പിയോ കുടിച്ചാലോ? ഇതാണ് അധികം നമ്മൾ യൂസ് ചെയ്യാറ്. ഈ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, നമ്മൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു, നമ്മളൊരു കൂട്ടുകാരനെ കണ്ടപ്പോൾ ചോദിക്കുക കാപ്പിയാണോ ചായയാണോ വേണ്ടത്, അത് ശരിക്കും വുഡ് യു വെച്ചിട്ടാണ് ചോദിക്കുക. അത് നമ്മൾ സത്യത്തിൽ അവർക്കൊരു ഓഫർ കൊടുക്കുകയാണ്. വുഡ് യു ലൈക്ക് സം ലെമനേഡ്, കുറച്ച് ലൈം കുടിച്ചാലോ, ലെമനേഡ് കുടിച്ചാലോ? അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വുഡിൻ്റെ ഉപയോഗം എന്നുള്ളത് നമ്മളെ പ്രീന സി വി ഒന്ന് പറയും. 4 കാര്യം ഒന്ന് പറയുന്നോട്ടെ വുഡിൻ്റെ ഉപയോഗം. പ്രീന സി വിയെ മൈക്കോൺ ജെ പ്രീന പോയോ? ചോദ്യം ചോദിച്ച ഒറ്റ പോക്ക്. എന്താണ് പ്രീനെ? അനിൽകുമാർ. പ്രീന വന്നു. എനിക്കൊന്ന് പ്രീനയ്ക്ക് എന്തോ ടെക്നിക്കൽ എററാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. കുഴപ്പമില്ല, നമുക്ക് നല്ല അനിൽകുമാറും പോയി. ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. പിന്നെ നമ്മൾക്ക് വീണ്ടും നമ്മൾ ആരിലേക്ക് വരേണ്ടി വരും? അനിൽകുമാർ. ഇന്ന് സ്വപ്നയിലേക്ക് വരാം. സ്വപ്ന. വുഡിന്റെ 4 ഉപയോഗം പറ. പാസ്റ്റിലെ ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ പൊളൈറ്റ് റിക്വസ്റ്റ്, ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പിന്നെ പൊളൈറ്റ് റിക്വസ്റ്റ്. പിന്നെ ഓഫർ സംതിങ് പൊളൈറ്റ്. ഓഫർ സംതിങ് പൊളൈറ്റ്ലി. വെരി ഗുഡ്. പ്രീനത മൈക്ക് ഓൺ ആക്കുമ്പോൾ കട്ടാവുന്നുണ്ടെന്ന് പ്രീന. അന്ന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ഷാളിൻ്റെ ഉപയോഗം നമുക്ക് ആദ്യമൊക്കെ ഓടിച്ച് വായിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഗതികൾ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അനിൽകുമാർ, ഞാൻ ഓഫീസിലാണ്, റെക്കോർഡ് ക്ലാസ് കണ്ടോളാം, ലൈവാണ്. ഓക്കെ, വെരി ഗുഡ്, നോ പ്രോബ്ലം കേട്ടോ. ക്ലാസ്സിൽ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്തോ, ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, ജോലി നടക്കട്ടെ, രണ്ടും പഠനവും നടക്കട്ടെ, ജോലി നടക്കട്ടെ. എന്തായാലും താങ്ക് യു, തിരക്കിൻ്റെ ഉള്ളിൽ വന്നല്ലോ ക്ലാസ്സിൽ. യെസ്, ഷാളിൻ്റെ ഉപയോഗം ഒന്ന്, ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടി. നമ്മളെ വില്ല് ഉപയോഗിക്കൂലേ, അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ പറയാൻ ഷാൾ ഉപയോഗിക്കാം. രണ്ട് ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്ന സംഗതി തന്നെ, അർത്ഥം ഒന്ന് തന്നെയാണ്. പിന്നെ സിറ്റുവേഷനിൽ ചെറിയൊരു വേരിയേഷൻ വരും. ഐ വിൽ കം, ഐ ഷാൾ കം, രണ്ടും തമ്മിൽ അർത്ഥത്തിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. രണ്ടിൻ്റെ അർത്ഥം ഞാൻ വരുന്നതാണ്, പക്ഷെ ആ ഒരു സെൻസിലൊരു മാറ്റമുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫ്യൂച്ചർ പറയാൻ ഷാൾ ഉപയോഗിക്കും, വില്ല് പോലെ തന്നെ. പിന്നെ സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഷാൾ വി ബിഗിൻ ഡിന്നർ, നമുക്ക് ഡിന്നർ കഴിച്ചാലോ? ഷാൾ വി മൂവ് ഇൻ ടു ദ ഡൈനിങ് റൂം, നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോയാലോ? സജഷൻസ്. അടുത്തത് ടു എക്സ്പ്രസ് പ്രോമിസ്. പ്രോമിസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം. ഐ ഷാൾ ടേക്ക് കെയർ ഓഫ് എവറിതിങ് ഫോർ യു, ഐ ഷാൾ മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. ഞാൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തോളാം. ഐ ഷാൾ. അടുത്തത് ഷുഡാണ്. ഷുഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി പറയാനാണ് ഷുഡ് യൂസ് ചെയ്യുക. യു ഷുഡ് ഡു ദാറ്റ് എന്ന് പറയില്ല. യു ഷുഡ് റെസ്പെക്ട് യുവർ പാരൻസ്. യു ഷുഡിൻറ്റ് പ്ലേ ലൗഡ് മ്യൂസിക് ഇൻ യുവർ റൂം അറ്റ് നൈറ്റ്. രാത്രി മ്യൂസിക് പ്ലേ ചെയ്യരുത്. ഷുഡിൻറ്റ്. ഇനി ടു എക്സ്പ്രസ് എ കണ്ടീഷൻ പറയാൻ വേണ്ടി നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് വെച്ചിട്ടാണ് പറയുക സാധാരണ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ആ ഇഫിന് പകരം ഷുഡ് ഉപയോഗിക്കും. ഷുഡ് ഹി കൺസൾട്ട് മീ, അവൻ എന്നെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗിവ് ഹിം ഡീറ്റെയിൽസ്. ശ്രദ്ധിക്കണേ, ഇത് ചിലപ്പോൾ എക്സാമിനൊക്കെ വന്നേക്കാം. ഈ ഷുഡ് നിങ്ങൾ മാറ്റിയിട്ട് ഒരു ഇഫ് ഇട്ടിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ, ഇഫ് ഹി കൺസൾട്ട് മീ, അവൻ എന്നെ കൺസൾട്ട് ചെയ്താൽ ഐ വിൽ ഗിവ് ഹിം ഡീറ്റെയിൽസ്. ആ ഇഫിൻ്റെ അതേ അർത്ഥത്തിൽ ഷുഡ് ഉപയോഗിക്കും കണ്ടീഷൻ പറയാൻ. അടുത്ത സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ താഴെയുള്ളത് സൂര്യ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷുഡ് ഇറ്റ് റെയിൻ ദെയർ വിൽ ബി നോ പിക്നിക് ടുഡേ. മഴ പെയ്യുകയാണെങ്കിൽ ഇന്ന് പിക്നിക് ഉണ്ടാവൂല. ഈ ഷുഡിന് പകരം ഇഫ് വെച്ചിട്ടൊന്ന് വായിച്ചേ. ഇഫ് ഇറ്റ് റെയിൻ ദെയർ വിൽ ബി നോ പിക്നിക് ടുഡേ. മനസ്സിലായല്ലോ? അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി സർ. ഇഫിൻ്റെ അതേ മീനിങ്ങിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. അപ്പോൾ ഷുഡ് ഒന്ന് ഡ്യൂട്ടി പറയാൻ, രണ്ട് കണ്ടീഷൻ പറയാൻ ഇഫിന് പകരം. 3 ഷോ വെൻ സംതിങ് ഇസ് ലൈക്ലി ഓർ എക്സ്പെക്റ്റഡ്.
സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഉദാഹരണം ദിസ് ഷുഡ് ബി ഗുഡ്, ഇത് നല്ലതാകാം, അതായത് ദിസ് ഈസ് ലൈക്ലി ടു ബി ഇൻട്രസ്റ്റിംഗ് ഒരു അമ്യൂസിങ് എന്നാണ്. ഇപ്പം നമ്മൾ സിനിമയ്ക്ക് പോകണം, സിനിമ കാണുന്നതിന് മുന്നേ പറയാണ് ദിസ് മൂവി ഷുഡ് ബി ഗുഡ്. സത്യത്തിൽ അവിടെ ഒരു സാധ്യതയെക്കുറിച്ചാണ്, നമ്മൾ ലൈക്ലി പറയാനാണ്, സാധ്യത ഒരു എക്സ്പെക്റ്റേഷൻ, നമ്മളെ പ്രതീക്ഷ പറയാണ്. ഷുഡ് ബി ദിസ് മൂവി ഷുഡ് ബി ഗുഡ്, ദിസ് മൂവി ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്, ദിസ് സ്റ്റോറി ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്, that scene should be breathtaking, he should be a good person. ഞാൻ ഒരാളെ കാണാൻ പോവാണ്, അനിൽകുമാറിനെ കാണാൻ പോകാം. അനിൽകുമാറിനെ ഇതുവരെ കണ്ടിട്ടില്ല, മൂപ്പര് ഓഫീസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ആരോടാ പറയുന്ന ആതിരേനോട് പറയാണ്, അനിൽകുമാർ സാർ ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. എൻ്റെ പ്രതീക്ഷ മാത്രമാണ്. ഓക്കെ, ദറ്റ് ഈസ് ലൈക്ലി ചാൻസ്, സാധ്യത. യെസ്. പിന്നെ നമ്മൾ ലെസ്റ്റ് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ ഷുഡ് ഉപയോഗിക്കും. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കും. ലെസ്റ്റ് അല്ലെങ്കിൽ ലെസ്റ്റ് അല്ലെങ്കിൽ ഡാഡ് ഷുഡ് ഹിയർ, അച്ഛൻ കേൾക്കും. റൈറ്റ് ദ കറക്റ്റ് അഡ്രസ് ലെസ്റ്റ് കൊറിയർ ഷുഡ് ഗോ. അപ്പോൾ ലെസ്റ്റ് ഇപ്പുറത്ത് ഉപയോഗിച്ചാൽ തൊട്ടപ്പുറത്തൊരു ഷുഡ് ഉണ്ടാവും. അങ്ങനെ ലെസ്റ്റിൻ്റെ കൂടെയും ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ഷുഡിൻ്റെ ആ ഉപയോഗം പഠിച്ചല്ലോ, പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ പറയാൻ നമുക്ക് വില്ല് ഉപയോഗിക്കാം, ഷാളും ഒരേപോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും നേരിയ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു. ആ വ്യത്യാസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. സാധാരണ സംഭാഷണത്തിലൊന്നും ആരും വില്ലും ഷാളും ഈ പറയുന്ന മീനിങ്ങൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ റൂൾ പ്രകാരം അതിന് വേരിയേഷൻസ് ഉണ്ട്. അതായത് ഐൻ്റെയും വിൻ്റെയും കൂടെ ഷാള് കൂട്ടിയാൽ ഒരു നോർമൽ കേസ് ആയിരിക്കും. പക്ഷേ ഐൻ്റെയും വിൻ്റെയും കൂടെ വില്ല് കൂട്ടിയാൽ ഭയങ്കര ഉറപ്പാണ്, 100% ഉറപ്പുള്ള കാര്യമായിരിക്കും. ഐ വിൽ കം. ഓക്കെ, ഇപ്പോൾ സൂര്യൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പോൾ ഞാൻ സൂര്യനോട് പറയാണ് ഐ വിൽ കം. അപ്പോൾ സൂര്യക്ക് എന്ത് ചെയ്യാം, അന്ന് ബിരിയാണിയൊക്കെ വെക്കാം. കാരണം ബിക്കോസ് ഇറ്റ്സ് ഷുവർ ദാറ്റ് ഐ വിൽ കം ദിയർ. സൂര്യൻ്റെ വീട്ടിൽ ഞാൻ വരാമെന്ന് ഞാൻ സൂര്യനോട് പറഞ്ഞു, ഐ വിൽ കം യുവർ ഹോം സൂര്യ. അപ്പോൾ ധൈര്യമായിട്ട് സൂര്യക്കൊന്ന് വാതിലടച്ചിട്ട് സ്ഥലം വിടാം, കാരണം ഞാൻ ഉറപ്പായിട്ട് വരും. എന്നാൽ ഞാൻ പറയുകയാണ് ഐ ഷാൾ കം സൂര്യ. വലിയ ഉറപ്പൊന്നുമില്ല, ഐ ഷാൾ കം എന്നാണ് ഞാൻ സൂര്യനോട് പറഞ്ഞെങ്കിൽ സൂര്യക്കന്ന് ബിരിയാണിയൊക്കെ വെക്കാം, പേടിക്കണ്ട. കാരണം ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, വരാതിരിക്കാം. അപ്പോൾ ഐൻ്റെയും വിൻ്റെയും ഫസ്റ്റ് പേഴ്സണായ ഐൻ്റെയും വിൻ്റെ കൂടെ വില്ല് കൂട്ടുമ്പോഴാണ് ഉറപ്പുണ്ടാവുക. അതേപോലെ യു, ഹി, ഷീ, ദേ, ഇറ്റ്, ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് ആണ്. ഇവരുടെ കൂടെ വില്ല് കൂട്ടിയാൽ ഉറപ്പത്തിരി കുറയും. അല്ലേ സെറീന? ഷാൾ കൂട്ടുമ്പോൾ കൂടുതൽ വരും. ഇപ്പം ഞാൻ പറയാണ് ഇൻ കേസിൻ്റെ കൂടെ ഷുഡ്, ഇൻ കേസിൻ്റെ കൂടെ ഷുഡ് വരണം നിർബന്ധമൊന്നുമില്ല. വുഡ് ഉപയോഗിക്കാം. ഓക്കെ, നിർബന്ധമല്ല, പക്ഷെ കൂടുതലും ഇൻ കേസ് വരുന്ന സെൻറ്റൻസിൽ ഷുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൻ്റെ കൂടെ വില്ല് ചേർത്താൽ ഉറപ്പ് കുറവാണ്. അപ്പം ഞാൻ പറയാണ്, ഞാൻ സൂര്യനോട് പറയാണ് സെറീന വിൽ കം. ചിലപ്പോൾ വരാതിരിക്കാം. എന്നാൽ ഞാൻ പറയാണ് സെറീന ഷാൾ കം എന്ന് പറഞ്ഞാൽ സെറീന ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇതാണ്. എന്നാൽ ഐൻ്റെ കൂടെ വില്ല് ഷാൾ ഉപയോഗിച്ചാൽ ഉറപ്പില്ല. ഇപ്പോൾ ഈ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴേ ഈ ക്യാച്ച് വരില്ല, ബോള് ഹൈയിൽ അടിച്ചു കഴിയുമ്പോൾ ക്യാച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്ലെയേഴ്സ് ചിലപ്പോൾ ഒരേ സമയം ഓടിച്ചെല്ലും. അപ്പോൾ ഒരു പ്ലെയർ മറ്റു പ്ലെയേഴ്സിനോട് പറയും ഐ ഷാൾ ക്യാച്ച് ഇറ്റ്, ഞാൻ പിടിച്ചോളാം. ഐ ഷാൾ എന്നാ പറയാം, ഐ വില്ലെന്ന് അപൂർവമായിട്ട് പറയാറുള്ളൂ. ഐ ഷാൾ. എന്താ ഐ ഷാൾ എന്ന് പറയുന്നത്? ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വീണ് പോകാം, അല്ല ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഐ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ പിടിച്ചിരിക്കുമെന്നാണ്. അപ്പോൾ ഐ ഷാളാണ് പൊതുവെ ക്രിക്കറ്റിലൊക്കെ പറയുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഐ ഷാൾ മനസ്സിലായല്ലോ. ഐൻ്റെ വീട്ടിലൂടെ ഷാൾ ഒന്ന് ഇത്തിരി ഉറപ്പ് കുറവുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ക്യാനിൻ്റെ ഉപയോഗം. ക്യാൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എബിലിറ്റി, കഴിവ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് ക്യാൻ. ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ വെരി വെൽ. അവന് ഫുട്ബോൾ വളരെ നന്നായിട്ട് കളിക്കാൻ കഴിയും. ഷീ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജ്. ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയും. അതാണ് എല്ലാവർക്കും അറിയാം. എബിലിറ്റി പറയാനാണ് ക്യാൻ ഉപയോഗിക്കുക. പിന്നെ പെർമിഷൻ പറയാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് മൈ സ്കൂട്ടർ. ഇതൊരു ഗിവിങ് പെർമിഷൻ കൊടുക്കലാണ്. ക്യാൻ ഐ ഗോ നൗ, അത് പെർമിഷൻ ചോദിക്കലാണ്. അപ്പോൾ പെർമിഷൻ ചോദിക്കാനും കൊടുക്കാനും പറ്റും. അതാണ് എക്സ്പ്രസ് പെർമിഷൻ എന്ന് പറഞ്ഞത്. യു ക്യാൻ യൂസ് മൈ പെൻ, യു ക്യാൻ യൂസ് മൈ കമ്പ്യൂട്ടർ, പെർമിഷൻ കൊടുക്കലാണ്. ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ വെച്ചാൽ പെർമിഷൻ ചോദിക്കലാണ്. രണ്ടിനും പറ്റും. ഓക്കെ, യെസ്. അടുത്തത് ക്യാൻ പറയാൻ വേണ്ടി പോസിബിലിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കും. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. സ്മോക്കിംഗ് പുകവലിക്ക് കാരണമായേക്കാം. യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ ഒത്തിരി പണം നിനക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പോസിബിലിറ്റിയാണ്. കഴിഞ്ഞില്ല റിക്വസ്റ്റ്. അത് ഐ മീൻ ഫോർമൽ റിക്വസ്റ്റ് എന്ന് പഠിച്ചോ. ക്യാൻ യു ടെൽ മീ, എന്നോടൊന്ന് പറയാവോ? ക്യാൻ യു കം ഹിയർ എ മിനിറ്റ് പ്ലീസ്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാവോ? ക്യാൻ യു ഓപ്പൺ ദി ഡോർ. അപ്പം ഞാൻ നേരത്തെ ഫോർമൽ റിക്വസ്റ്റ് വേറെ ഏതൊരു വാക്ക് പറഞ്ഞിരുന്നു. അത് ആതിരയ്ക്ക് ഓർമ്മയുണ്ടോ? ആതിര, വെരി ഗുഡ്. വിൽ യു അല്ലെ? വിൽ. ഇപ്പൊ പറയുന്നു ഏതാ? അതേപോലെ പൊളൈറ്റ് റിക്വസ്റ്റ് ഞാൻ നേരത്തെ എന്താ പറഞ്ഞിരുന്നല്ലോ? അതറിയില്ല സാർ, ഞാൻ വുഡിന്റെ ക്ലാസ് കേട്ടില്ല. വുഡ് തന്നെയാണ്, വുഡ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി പൊളൈറ്റ് റിക്വസ്റ്റിന് ഒരു വാക്കൂടെ ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ വുഡും ഗുഡും പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. വില്ലും ക്യാനും ഉപയോഗിച്ച് നമുക്ക് ഫോർമൽ റിക്വസ്റ്റ് നടത്താൻ സാധിക്കും. ഇത് നിങ്ങളുടെയൊക്കെ മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ക്യാൻ യു, നേരത്തെ പറഞ്ഞ് വിൽ യു. ടു എക്സ്പ്രസ് ഓഫേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ വില്ല് പറഞ്ഞ പോലെ തന്നെ ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ക്യാരി എ ബാഗ് ഫോർ യു, ഞാൻ ബാഗ് ക്യാരി ചെയ്തോട്ടെ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ സഹായിച്ചോട്ടെ. ഇനി കുഡിലേക്ക് വരാം. പാസ്റ്റ്, ക്യാൻ്റെ പാസ്റ്റാണ് കുഡ്. ടു എക്സ്പ്രസ് എബിലിറ്റി ഇൻ ദ പാസ്റ്റിലെ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് കുഡ് യൂസ് ചെയ്യുന്നു. ഐ കുഡ് സ്പീക്ക് തമിഴ്, എനിക്ക് തമിഴ് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഐ കുഡ് വാക്ക് 5 kilometers in an hour when I was young. ചെറുപ്പമായ സമയത്ത് 5 kilometer ഒക്കെ നടക്കാൻ പറ്റുമായിരുന്നു. നേരത്തെ ഞാൻ ഈ ശീലം പറയാൻ വേണ്ടി വുഡ് ഉപയോഗിച്ചിരുന്നു. വുഡ് വെച്ചിട്ട് നമുക്ക് പഴയ ശീലങ്ങൾ പറയാം. അതേപോലെ തന്നെ കുഡ് വെച്ചിട്ടും പറയാം. പഴയ ഒരു എബിലിറ്റി പറയാം, കഴിവ്. ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്, അതാ ഞാൻ നേരത്തെ പൊളൈറ്റ് റിക്വസ്റ്റിന് വുഡാണ് പറഞ്ഞത്. ഇപ്പം പറയുന്ന പൊളൈറ്റ് റിക്വസ്റ്റിന് കുഡും ഉപയോഗിക്കാം. അതുപോലെ ഫോർമൽ റിക്വസ്റ്റിന് വില്ല് ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം, മറക്കരുതേ. അപ്പോൾ കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ. അടുത്ത ആൾ, കുഡ് ഐ ബോറോ യുവർ സ്റ്റേപ്ലർ ഒന്ന് തരാവോ. പിന്നെ പോസിബിലിറ്റി പറയാൻ വേണ്ടി ഷി കുഡ് ബി ഇൻ ദ ലൈബ്രറി, അവളിപ്പോൾ ലൈബ്രറിയിൽ ഉണ്ടാകും. ഹി കുഡ് ബി ദ വൺ ഹു സ്റ്റോൾ ദ മണി, അവനായിരിക്കും പണം മോഷ്ടിച്ചയാൾ. അങ്ങനത്തെ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി മേയുടെ ഉപയോഗം പെട്ടെന്ന് പറഞ്ഞു. മേ എപ്പോഴും പോസിബിലിറ്റി പറയാനാണ് സാധ്യത. ഷീ മേ റീച്ച് ദെയർ ബൈ ദിസ് ടൈം, ഈ സമയമാകുമ്പോൾ അവിടെ എത്തിയേക്കാം. ദ വെദർ മേ ബി ബെറ്റർ ടുമോറോ, വെദർ നാളെ നല്ലതായിരിക്കാം. അങ്ങനെയുള്ള പോസിബിലിറ്റി പറയാൻ നമ്മൾ എപ്പോഴും മേ ആണ് ഉപയോഗിക്കുക, സാധ്യത. അതേപോലെ പെർമിഷൻ ചോദിക്കാനും കൊടുക്കാനും മേ ഐ, യു മേ, അല്ലെങ്കിൽ മേ ഐ ഗോ ഫോർ ദ ഫിലിം ടുഡേ, ഞാൻ സിനിമയ്ക്ക് പോട്ടെ നാളെ. യു മേ ഗോ നൗ, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോവാം. ഒന്ന് പെർമിഷൻ കൊടുക്കലാണ്, മറ്റേ ചോദിക്കലാണ്. രണ്ടിനും മേ പറ്റും. ഇനി ടു എക്സ്പ്രസ് ഹോപ്പ് ഫോർ വിഷ്, നമ്മളിങ്ങനെ ഹോപ്പൊക്കെ പറയാൻ വേണ്ടി മേ ഗോഡ് ബ്ലസ് യു, മേ യു ബോത്ത് വെരി ഹാപ്പി, അത് ബ്ലെസ്സിങ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മൈറ്റിലേക്ക് വരികയാണെങ്കിൽ മേയുടെ പാസ്റ്റാണ് സത്യത്തിൽ മൈറ്റ്.
പക്ഷെ അത് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ മേ എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി സാധ്യതയാണ്. ഒരു 50% ഉറപ്പുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഹി മേക്കാം, അവൻ വന്നേക്കാം, പോസിബിലിറ്റിയാ. അത്രയും സാധ്യതയില്ല. ഒരു 25% സാധ്യത മാത്രമേ എന്തിനുള്ളൂ, മൈറ്റിനുള്ളൂ. ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ, നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ വിരളമായ സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് മേ റെയിൻ ടുമോറോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട്. മഴയൊക്കെ സാധാരണ നമ്മൾ പറയുമ്പോൾ വില്ല് വെച്ച് പറയും. കാരണം മഴയുടെ കാര്യം 50-50 ചാൻസ് ആണ്. നമ്മുടെ കയ്യിലല്ല അല്ലേ, മഴ പെയ്യിക്കുന്ന പൈപ്പിൻ്റെ അറ്റം നമ്മുടെ കയ്യിലാണ്. അല്ല. ടു എക്സസ് പൊളൈറ്റ് പെർമിഷൻ, പൊളൈറ്റ് ആയിട്ടുള്ള പെർമിഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അപൂർവമായി ആ മനുഷ്യന്മാർ ഈ ഇത്തരം സെൻറ്റൻസ് പറയാറുള്ളൂ. കാരണം അങ്ങനെ കാല് പിടിച്ച് ചോദിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. മൈറ്റ് ഐ ഗോ എ ബിറ്റ് ഏർലി ടുഡേ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. കാല് പിടിച്ച് ചോദിക്കുന്നവരുള്ള ചോദ്യമാണത്. മൈറ്റ് ഐ സീ യു യുവർ ക്രെഡിറ്റ് കാർഡ് പ്ലീസ്, നിന്റെ ക്രെഡിറ്റ് ക്ലാസ് ഒന്ന് കാണിക്കുമോ. താനുള്ള അപേക്ഷയാണ്. അടുത്തത് മസ്റ്റ് ആണ്. മസ്റ്റ് എപ്പോഴും കമ്പൾഷൻ പറയും. യു മസ്റ്റ് ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ദാറ്റ്, കമ്പൾഷൻ. ദ ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദർ ടീച്ചേഴ്സ്, യു മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ മൺഡേ, മസ്റ്റ്. ഇനി ഇൻഫറൻസ് പറയുന്നത്, ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഷീ ഓൾവേസ് ട്രാവൽസ് ബൈ ബസ്, അവൾ എപ്പോഴും ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഷീ മസ്റ്റ് ബി എ പുവർ ലേഡി, അതുകൊണ്ട് അവൾ പാവപ്പെട്ട ഒരു ലേഡി ആയിരിക്കും. ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത് ഷീ ഓൾവേസ് ട്രാവൽസ്. അപ്പോൾ അവിടെ ഒരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സംശയിച്ചത്, അനുമാനിച്ചത്, അവിടെ റീസൺ ഉണ്ട്. അവൾ എന്നും ബസ്സിലാണ്. അപ്പോൾ അത് നമ്മൾ അനുമാനിച്ചു, ഇൻഫറൻസ് നടത്തി. അതാ പറഞ്ഞത് ഇൻഫറൻസ്, അവൾ പാവപ്പെട്ടവളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മസ്റ്റ് ആണ് നമ്മൾ ചോദിച്ചത്, മസ്റ്റ് ബി. അടുത്തത് there is somebody at the door that must be a postman, ആരോ വാതിൽ മുട്ടുന്നുണ്ട്, അതൊരു റീസൺ ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് that must be the postman. അടുത്തത് the door was closed, വാതിൽ അടഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നത് he must have gone out, അവൻ പുറത്ത് പോയിട്ടുണ്ടാവും. അടുത്ത he walks unsteadily, he must have drink, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, മസ്റ്റ് ബി ഉണ്ട്, 2 മസ്റ്റ് ബിയും 2 മസ്റ്റ് ഹാവ്. അതായത് ഇവിടെ V3 വരുന്നെങ്കിൽ മസ്റ്റ് ഹാവ്, ഇപ്പുറത്ത് വരുന്നത് നൗൺ ആണെങ്കിൽ മസ്റ്റ് ബി. അത്രേ ഉള്ളൂ എൻ്റെ വ്യത്യാസം. ബ്ലാങ്ക് കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നൗൺ വന്നാൽ മസ്റ്റ് ബി, ഇനി V3 വരുന്നത് മസ്റ്റ് ഹാവ്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, മസ്റ്റ് വരെ നമ്മൾ പഠിച്ചു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ബാക്കിയോടെ ഉണ്ട്, ബാക്കിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കുറച്ച് ചോദ്യം ചോദിക്കാം. എന്നോട് ഒരുമിച്ച് അങ്ങ് പറയുമ്പോഴേ എനിക്ക് കൺഫ്യൂഷൻ ആവും. പറ്റുമെങ്കിൽ ആൻസർ പറഞ്ഞോ, ഞാൻ ആരെ ഇപ്പോൾ വിളിക്കാം. സൂര്യ എന്ന് വന്നേ. യു ക്യാൻ ട്രസ്റ്റ് ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു, ഏതാ ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? വുഡ് ആണോ സർ? വില്ലാണോ? വിൽ നോട്ട് ചീറ്റ് യു. നമ്മളൊരു ഡിറ്റർമിനേഷൻ, നമുക്ക് ഉറപ്പുണ്ട് അവളെ ചെയ്യില്ല എന്നല്ലേ. ഓക്കെ, ഷീ വിൽ നോട്ട് ചീറ്റ് യു. അടുത്ത ഡാഷ് യു ലൈക്ക് അനദർ കപ്പ് ഓഫ് കോഫി. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളെന്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓഫർ കൊടുക്കുമ്പോൾ വുഡ്. യെസ്, വുഡ് യു ലൈക്ക്. അടുത്തത് യു ഡാഷ് ബി പങ്ക്ച്വൽ. യു മസ്റ്റ് ഇല്ലല്ലേ, യു ഷുഡ് ബി പങ്ക്ച്വൽ. യു ഷുഡ് ബി. ഒരാളുടെ ഡ്യൂട്ടി കുറിച്ച് പറയുന്നത് അല്ലേ, ഒരാളുടെ ഡ്യൂട്ടി പറയുമ്പോൾ ഷുഡ് ബി ആണ് വരിക അല്ലേ. അതെ, അങ്ങനെയല്ലേ? അതെ സർ. അതെ, ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ സ്വപ്ന എന്ന് പറഞ്ഞ സ്വപ്ന, നാലാം ചോദ്യത്തിൽ when we were young we dash play most of the time. ഉത്തരം പറ. ഞങ്ങൾ യങ് ആയിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പോ പഴയ എബിലിറ്റി, ഓൾഡ് എബിലിറ്റി പറയുന്നത് കഴിവിന്, ഗുഡ്. പാസ്റ്റ് എബിലിറ്റി അല്ലേ,
പ്രസന്റ് എബിലിറ്റി ആണെങ്കിലോ ഇപ്പൊ എനിക്ക് പറ്റുന്ന കാര്യം Can. ക്യാൻ, ഐ ക്യാൻ അല്ലേ, കഴിയും. യെസ്. അടുത്തത് ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. It may. മഴേന്റെ കാര്യം വരുമ്പോൾ മേ. അടുത്തത് ഹി ഡാഷ് ബി വെരി റിച്ച് ബിക്കോസ് ഹി ഓൾവേസ് ട്രാവൽസ് ഇൻ ഫസ്റ്റ് ക്ലാസ്. He must be very rich. ഇവിടെ നമുക്കറിയാം, ഇവിടെ രണ്ട് സെന്റൻസിന് രണ്ട് ഭാഗമുണ്ട്. ആദ്യത്തേത് ഒരു റീസൺ അല്ല, അനുമാനം വരിക. കാരണം ഹി ഓൾവേസ് എല്ലാ ദിവസവും ഫസ്റ്റ് ക്ലാസ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീസൺ കിട്ടി. റീസൺ ഉള്ളതുകൊണ്ട് എന്താണ് വരിക? റീസൺ ഉണ്ടെങ്കിൽ ഇൻഫറൻസ് ഉണ്ടാവും, അനുമാനം കേട്ടോ. അനുമാനം പറയാൻ അപ്പോൾ ഇവിടെ ഏതാ ഉപയോഗിക്കാം? വില്ല് പറ്റില്ല, വുഡ് പറ്റില്ല, ക്യാൻ പറ്റില്ല, മസ്റ്റ് അല്ലേ? യെസ്, മസ്റ്റ് അല്ലേ, മസ്റ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മസ്റ്റ് ഇവിടെ ബി ഉണ്ട്. അപ്പൊ നമുക്ക് അനുമാനം പറയാൻ നമ്മൾ രണ്ടെണ്ണം ഉപയോഗിക്കും. ഒന്നുകിൽ മസ്റ്റ് ബി അല്ലെങ്കിൽ മസ്റ്റ് ഹാവ്. ഇവിടെ വെരി റിച്ച് എന്നുള്ളത് നൗൺ ആയതുകൊണ്ടാണ് ബി വന്നത്. വെർബ് ആയിരുന്നെങ്കിൽ മസ്റ്റ് ഹാവ് ആണ് വരിക. നൗൺ ആണെങ്കിൽ മസ്റ്റ് ബി. ഇത് എപ്പോഴും ഓർക്കണേ. അടുത്തത് 7, ഹി ഡാഷ് നോട്ട് ആസ്ക് ഫോർ റൈസ് ഫോർ ഫിയർ ഓഫ് ലൂസിങ് ഹിസ് ജോബ്. സ്വപ്ന എന്നെ പറഞ്ഞ് ശ്രമിച്ചു നോക്കിയേ. സ്വപ്ന, He dash not ask for a ride for fear of losing his job. He would not ask. ധൈര്യപ്പെട്ടില്ല, ഡെയർ നോട്ട് കേട്ടോ. കാരണം എന്താ? ജോലി നഷ്ടപ്പെടുന്ന എഴുതിയിട്ട് ശമ്പളം കൂട്ടി ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. അതാണ് സൂട്ടാവുക. ഓക്കെ. അടുത്തത് യു ഡാഷ് ടു ടേക്ക് കെയർ ഓഫ് യു ഓൾഡ് പാരൻസ്. ധാർമ്മികമായ ഉത്തരവാദിത്വം പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകണുള്ളൂ. ഓട്ട് ടു കേട്ടോ. ഇവിടെ പിന്നെ 2 ക്ലൂ ഉണ്ട്. ഓട്ടിന്റെ കൂടെയാണ് എന്തുണ്ടാവുക? ഓട്ട് ടു. ആ 2 ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഓട്ടിന്റെ അല്ലേ. ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പറയാനാണ് ഓട്ട് ടു ഉപയോഗിക്കാറുള്ളത്, കടമകൾ പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് ബാക്കിയും കൂടെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മൾ നേരത്തെ ലാസ്റ്റ് അവിടെ ഒരു എത്തി. മസ്റ്റ്. ഓക്കെ, മസ്റ്റ്. ഇനി നീഡ് ടു എക്സ്പ്രസ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ. നെസസിറ്റി പറയാൻ, ഒബ്ലിഗേഷൻ കടമ പറയാൻ നീഡ് ഉപയോഗിക്കും. നീഡ് ഈസ് എ മോർ, ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ടോ. യു നീഡ് ഇൻകം, നീ വരേണ്ട ആവശ്യമില്ല. അതായത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി, ആവശ്യമില്ല, നെസസിറ്റി ഇല്ല. യു നീഡ് നോട്ട് ഹാവ് വെയിറ്റ് സോ ലോങ്, നീ എത്ര നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, നെസസിറ്റി ഇല്ല. യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഹാബിറ്റ്, ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, പണ്ട് സ്ഥിരമായി ചെയ്തിരുന്ന കാര്യം. ഈ യൂസ്ഡ് ടു സ്മോക്ക്, അവൻ സ്ഥിരമായിട്ട് പുക വലിക്കാറുണ്ടായിരുന്നു. ബട്ട് നൗ ഹി ഡസൻ സ്മോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി യൂസ്ഡ് ടു വർക്ക് ഇൻ ദ നൈറ്റ് ടു ഫിനിഷ് ഹിസ് ഡെയിലി ഓഫീസ് ഡ്യൂട്ടീസ്. യൂസ്ഡ് ടു വർക്ക്, വൈകി ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഓട്ട് ടു നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ലിഗേഷൻ പറയാനാണ്, കടമ. യു ഓട്ട് ടു ഗോ ദേർ, നീ അവിടെ പോവേണ്ടതുണ്ട്. യു ഓട്ട് ടു ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ, കുട്ടികളെ നന്നായിട്ട് നോക്കണം. ഉത്തരവാദിത്തമാണ് ധാർമ്മികമായിട്ടുള്ള. ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാനുണ്ട്, സംതിങ് എക്സ്പ്രസ്, എന്തെങ്കിലും ഒരു കാര്യം മസ്റ്റ് ഡു ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ പറയാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ? ഐ ഹാവ് ടു സ്റ്റഡി ടുനൈറ്റ്, എനിക്കിന്ന് പഠിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഡു ദാറ്റ്, ഐ ഹാവ് ടു ഗോ ദെയർ, എനിക്ക് അവിടെ പോവേണ്ടതുണ്ട്. അങ്ങനെ പറയുന്ന ഹാവ് ടു വെച്ചിട്ട്. ഒരെണ്ണം ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, ഡെയറാണ്. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക എന്നാണ്, ധൈര്യപ്പെടുക, വേറെ ഒന്നുമില്ല. ഹി ഡെയർഡ് ടു ഗോ ദെയർ, അവൻ അവിടെ പോകാൻ വേണ്ടി ധൈര്യപ്പെട്ടു. അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാലൻസ് തീർക്കണേ.
കൂടുതൽ ചോദ്യങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പോയിട്ട് ചെയ്തോളണം. ഞാനിവിടെ കുറച്ചേ പറയുള്ളൂ. സുനിൽ ഡാഷ് പ്ലേ ഫുട്ബോൾ എവറി ഡേ. ആരോടെ ചോദിക്കുക നമുക്ക്? സൂര്യ എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ എവറി ഡേ ആണ്. Sunil used to play football every day. അതായത് പാസ്റ്റിലെ ഒരു സ്ഥിരമായി ചെയ്തിരുന്ന ഹാബിറ്റ് പറയാൻ യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കുക. വെരി ഗുഡ്. അടുത്തത്, ഐ ലെഫ്റ്റ് മൈ പേഴ്സ് അറ്റ് ഹോം. സരുൺ ഡാഷ് യു ലെൻഡ് മീ 100 rupees. Could ആണോ സർ? യെസ്. ഐ ലെഫ്റ്റ് മൈ പേഴ്സ്, ഞാൻ എൻ്റെ പേഴ്സ് വീട്ടിൽ വെച്ച് മറന്നു. ശരുൺ, എന്നിട്ട് ശരുണിനോട് ചോദിക്കുകയാണ് ഒരു ഭയങ്കര ദയനീയമായിട്ട്, കുഡ് യു, അല്ലേ? പൊളൈറ്റ് റിക്വസ്റ്റിന് എന്താ പറയാ, എന്താ ഉപയോഗിക്കുക പൊളൈറ്റ് റിക്വസ്റ്റിന്? കുഡും വുഡും. കുഡ് യു. ഫോർമൽ ആണെങ്കിൽ വിൽ യു. കുഡ് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ക്ലാസ്സിൽ പറ്റുമെങ്കിൽ ഞാൻ തരാം. അതല്ലെങ്കിൽ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യണ്ട. ഞാനിത് സ്പീഡിലെടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർക്കണം, സിലബസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ പോവുക. എന്നിട്ട് അവിടെ ബ്രിസ്റ്റൂവിൽ പോയി കഴിഞ്ഞാൽ ലിങ്കേഴ്സിൻ്റെ ലിങ്കേഴ്സ് അല്ല, മോഡൽസിൻ്റെ മോഡൽ ഓക്സിലറി മോഡൽസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും. ടോപ്പിക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.